ഓം ശാന്തി. രാത്രിയിൽ ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ കുറച്ച് സമയം നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാമെങ്കിൽ, നമ്മുടെ മനസ്സിന് പൂർണ്ണമായ സമർപ്പണത്തോടെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാമെങ്കിൽ അധികം വൈകാതെ, ഒരുപാട് പേരുടെ സങ്കടമാണല്ലോ, എല്ലാ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സും ചെയ്തു, സിസ്റ്റർ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു. നിങ്ങൾ ആ വീഡിയോസിൻ്റെ അടിയിൽ നോക്കിയാൽ അറിയാം, ഒരുപാട് പേർക്ക് ആ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടിയിരിക്കുന്നു. കുറേ പേര് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്ന് സങ്കടവും പറയുന്നു. എന്താണെന്നറിയില്ല സിസ്റ്ററെ, ഞാൻ പൈസയ്ക്ക് വേണ്ടി എത്രയൊക്കെ സിസ്റ്റർ പറയുന്ന കാര്യം ചെയ്തിട്ടും എനിക്ക് മാത്രം പൈസ മാത്രം എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടം പറയുന്നു. ഒരു കാര്യം എനിക്ക് നന്നായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഈശ്വരൻ നമുക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ, ഈവൻ ഞാനൊരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് ഞാനൊരു 1 കോടി രൂപ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടാണ് ആഗ്രഹിച്ച് ചെയ്തത്. പക്ഷേ എൻ്റെ കയ്യിൽ വന്നു ചേർന്നത് ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ 10,000 രൂപയോ ഓർ ഈവൻ ഒരു 500 രൂപയാണെന്ന് തന്നെ വിചാരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി എത്രയാണോ അത്രയ്ക്ക് എന്നിലേക്ക് തിരിച്ചു വരുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഒരാളെ വിളിക്കാമെന്ന് വിചാരിക്കും, ദൂരെയുള്ള ഒരാളെ. ഞാൻ അയാളെ വിളിക്കുമ്പോൾ വേണമെങ്കിൽ വായിൽ നിന്ന് പുറത്ത് വരാത്ത രീതിയിൽ അവരുടെ പേര് ജസ്റ്റ് ഒന്ന് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശബ്ദം കൂട്ടി വിളിക്കാം. ദൂരെയുള്ള ഒരാൾ കേൾക്കണമെങ്കിൽ നമ്മൾ ഒച്ചത്തിൽ വിളിക്കും. അത്രയും ഫ്രീക്വൻസിയിൽ സൗണ്ട് യാത്ര ചെയ്യുമ്പോഴാണ് അവരുടെ അടുത്ത് അത് എത്തിയിട്ട് അവർ തിരിഞ്ഞു നോക്കുക നമ്മളെ. അല്ലെങ്കിൽ അവർ കേൾക്കില്ലല്ലോ എന്നല്ലേ നമ്മൾ പറയുന്നത്. ദൂരെയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് നമ്മുടെ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ യാത്ര ചെയ്യും പോലെ എൻ്റെ മനസ്സിൽ നിന്നുള്ളതായിട്ടുള്ള വൈബ്രേഷൻ എത്ര പവർഫുള്ളായിട്ട് എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നോ അത്രയുമാണ് എൻ്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെട്ട് വരുന്ന സാധനങ്ങൾ. അതുകൊണ്ട് ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു മാനിഫെസ്റ്റേഷൻ നടത്തിയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള വൈബ്രേഷൻ അതെനിക്ക് പവർഫുള്ളാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വൈബ്രേഷൻ എന്തിൻ്റെ ആധാരത്തിലാണ് ഉണ്ടാകുന്നത്? സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിരിക്കുന്ന ഫീലിങ്സിൻ്റെ ആധാരത്തിലാണ് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉറങ്ങും മുന്നേ ഈശ്വരന് കത്തെഴുതുക, നമ്മളെ സ്വയം പ്രിപ്പയർ ചെയ്യുക. രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അഥവാ വീട്ടിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരിക്കലും പണിയെടുത്ത് എല്ലാം കഴിഞ്ഞ് ഡ്രസ്സിൽ പോയി കിടന്ന് ഉറങ്ങരുത്. ഡ്രസ്സ് മാറ്റുക, വിയർപ്പെല്ലാം മാറ്റി ശുദ്ധമായ ശരീരത്തോടു കൂടി ഭഗവാന്റെ അടുത്തൊരു പൂർണ്ണ സമർപ്പണത്തോടു കൂടി അന്നത്തെ കാര്യങ്ങൾ മുഴുവൻ ഈശ്വരന് കത്തെഴുതി മനസ്സിനെ കാലിയാക്കിയ ശേഷം നിങ്ങൾ ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, നമ്മൾ മണിക്ക് വേണ്ടിയുള്ള 5 മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സ് ഉറങ്ങും മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായി. ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ വെള്ളത്തിൻ്റെ 5 മന്ത്രം ചെയ്തുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ അതിനും മുന്നേ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ ചെയ്താൽ, ഇത് ഒരു പ്രത്യേകിച്ചൊരു കാര്യം നേടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് റൂട്ടീൻ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും സന്തോഷവും നമ്മൾ വിചാരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിരിക്കുന്ന കാര്യമാണത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഉറങ്ങുന്ന സമയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഉറങ്ങുന്ന സമയത്ത് ബോധ മനസ്സ് പൂർണ്ണമായിട്ടും വിശ്രമിക്കും, ഉപബോധ മനസ്സ് പൂർണ്ണമായിട്ടും ക്രിയാത്മകമാവുകയും ചെയ്യും. ആ ഉറക്കത്തിൻ്റെ പല സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഈ സന്ദർഭത്തിൽ നമുക്ക് ക്രിയയായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ ആകർഷിക്കാൻ സാധിക്കും. അതിന് നമ്മുടെ മെസ്സേജസ് ബ്രഹ്മാണ്ടത്തിൽ കൃത്യമായിട്ട് ഒരു തയ്യാറാക്കിയ ഭൂമിയിലേക്ക് വിത്ത് വിതയ്ക്കും പോലെ നമ്മുടെ മനസ്സിനെ അത്രയും പാകപ്പെടുത്തിയ ശേഷമാണ് നമ്മുടെ സങ്കല്പങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, അഥവാ നമ്മുടെ വിഷൻ നമ്മൾ കാണുന്നതെങ്കിൽ, നമ്മുടെ ഡ്രീം നമ്മുടെ മനസ്സിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ, ബ്രഹ്മാണ്ടം എന്ന വിളനിലത്തിലേക്ക് നിങ്ങളുടെ ഈ വിത്തുകൾ നേരെ, സങ്കല്പമാകുന്ന വിത്ത് നേരെ അവിടെ എത്തുകയും അതവിടെ വിതയ്ക്കപ്പെടുകയും അതിനുള്ള ഒരുക്കം അവിടെ ആരംഭിക്കുകയും ചെയ്യും. അതിനുള്ള ഉത്തമമായൊരു രീതിയാണ് ഉറങ്ങും മുന്നേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള മെത്തേഡ്. ഉറങ്ങാൻ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും വായിച്ചു, മൊബൈൽ നോക്കി, ബുക്ക് വായിച്ച്, ഇത്തരം പല കാര്യങ്ങളും നമ്മൾ ചെയ്തു. ആ സമയത്തെല്ലാം നമ്മുടെ വേവ്സ് നോക്കിയാൽ ബീറ്റ വേവ്സ് ആയിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബീറ്റയായി ആൽഫയിലെത്തുമ്പോൾ നിങ്ങൾ കിടക്കാൻ തയ്യാറായി ബെഡിലിരുന്നു, ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തു, നിങ്ങൾ കത്തെഴുതി, ഇനി കമ്മ്യൂണിക്കേഷൻ ആർക്കും ചെയ്യരുത്. ഒരു കാര്യം മാത്രം, നമ്മൾ ഉറങ്ങുന്നേക്കാൾ സാധിക്കുമെങ്കിൽ ഉറങ്ങുന്നതിനേക്കാൾ അരമണിക്കൂർ മുന്നേ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിനെ മാറ്റി വയ്ക്കുന്നത്, അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ മുന്നേ. അതിൻ്റെ വൈബ്രേഷൻസ് നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. കിടന്നാൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ പ്രയാസമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവുക എന്നുള്ള മെസ്സേജ് ആദ്യം ബ്രെയിനിന് കൊടുക്കുക. അതുകൊണ്ട് അതിനെ മാറ്റി വയ്ക്കുക, ശാന്തമാകുക.
ലാസ്റ്റ് നിങ്ങൾ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് മൊബൈൽ വെക്കാതെ ബെഡിൽ മൊബൈൽ വെച്ച് ഉറങ്ങുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റൂളെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ ബെഡിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക്, ഇനി അലാം വെച്ച് ഉറങ്ങുന്ന നിങ്ങൾ മൊബൈലിലാണെങ്കിലോ കുറച്ച് ദൂരത്തേക്ക് മാറ്റി വയ്ക്കുക. 2 കാര്യങ്ങളാണ്. രാത്രി ഉറക്കം മതിയാവാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഈ തൊട്ടടുത്ത് മൊബൈൽ ഉണ്ടെങ്കിൽ ഉണർന്നു ആ മൊബൈൽ അങ്ങ് ഓഫ് ചെയ്ത് അവിടെ വീണ്ടും കിടന്ന് ഉറങ്ങും. അതില്ലാതിരിക്കാൻ എഴുന്നേൽക്കേണ്ട ഒരവസ്ഥയുണ്ടെങ്കിൽ ഉണരുന്ന ഉറപ്പാണല്ലോ, അതും നല്ലതല്ലേ. മറ്റൊന്ന്, അതിൻ്റെ റേഡിയേഷൻ നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കാതിരിക്കാൻ നല്ലതാണ് അതിനെ കുറച്ച് ദൂരേക്ക് മാറ്റി വയ്ക്കുന്നത്. അത് മാറ്റി വെച്ച ശേഷം ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത്, അഥവാ ഡിം ലൈറ്റിലാണെങ്കിൽ അതിൽ നിങ്ങൾ എപ്പോഴാണോ കിടക്കാൻ തയ്യാറാവുന്നത് ആ സമയത്ത് നിങ്ങൾ ബെഡിലിരിക്കുക. മെഡിറ്റേഷൻ്റെ ധ്യാനമുദ്രയിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ യെസ് യു ക്യാൻ പ്രൊസീഡ്. അതല്ലാത്തവരാണെങ്കിൽ 2 കൈകൾ ഇങ്ങനെ കൂപ്പിക്കൊണ്ട് നമ്മുടെ വലത്തേ കൈ നമ്മുടെ വലത്തേ ബ്രെയിൻ്റെയും ഇടത്തേ കൈ ഇടത്തേ ബ്രെയിൻ്റെയും, അതായത് ബ്രെയിനിലെ റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡിൻ്റെ പ്രതീകമാണ്. മനസ്സിൻ്റെ പ്രതീകമാണ് റൈറ്റ് ഹാൻഡും ബുദ്ധിയുടെ പ്രതീകമാണ് ലെഫ്റ്റ് ഹാൻഡും. 2ഉം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് ഇന്ന് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും, ഈവൻ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, നല്ലതൊന്നുമില്ല, വിശപ്പ് മാറാനുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനും നന്ദി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി. അഥവാ എന്തെങ്കിലും സംഘർഷങ്ങളോ സങ്കടങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും കാർമിക് അക്കൗണ്ട്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനും നീ ക്ലോസ് ചെയ്തെന്നല്ലോ ഭഗവാനെ, നന്ദി. ഏതെങ്കിലും ഒരാളുകൾ നമ്മളോട് വഴക്കടിച്ചു, അഥവാ നമ്മളോട് പിണങ്ങി, നമുക്കൊരു സംഘർഷം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ആ രീതിയിൽ എൻ്റെ കണക്ക് നീ തീർത്തു തന്നല്ലോ ആത്മാവായിട്ടുള്ളത്, അതിനും നന്ദി. നല്ലതും ചീത്തയുമായിരിക്കുന്ന ഓരോ നിമിഷത്തിനും, ഈ ശരീരത്തിൽ ഈ നിമിഷം വരെ ഇരിക്കാൻ പറ്റിയ ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എൻ്റെ ശ്വാസത്തിന് നന്ദി, നല്ല കാര്യങ്ങളെ കേൾക്കാൻ സാധിച്ചതിന് നന്ദി, എൻ്റെ ഈ കണ്ണുകളെ ഇപ്പോഴും ശക്തമായി സൂക്ഷിക്കുന്നതിന് നന്ദി, ഈ പ്രാണൻ ഇപ്പോഴും ഈ ശരീരത്തിൽ നിലനിർത്തിയതിന് നന്ദി. ഹൃദയം നിറഞ്ഞ് നന്ദി പറയൂ. ആ നന്ദി പറഞ്ഞ് അവസാനം ഭഗവാന്റെ ഓർമ്മ ശക്തമായിട്ട് നമ്മളിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യണം, അങ്ങ് അനന്തമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന്, ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ഒരു നീല വെളിച്ചം, ഒരു പ്രകാശ നക്ഷത്രം പോലെ നിങ്ങളടുത്തേക്ക് ഒഴുകി വരികയാണ്. ആ ലൈറ്റ് വന്ന് നിങ്ങളിൽ നന്നായിട്ട് ആ പ്രകാശകിരണങ്ങൾ നിറച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ മുഴുവൻ കൂളാക്കി മാറ്റുകയാണ്. ബ്രെയിനിനെ ഹീൽ ചെയ്യുകയാണ്. അതിൻ്റെ ബ്ലൂ ലൈറ്റ് കൊണ്ട്, ആ ബ്ലൂ ലൈറ്റ് കൊണ്ട് നമ്മുടെ ബ്രെയിൻ മുഴുവൻ ഹീലായി. പതിയെ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആത്മപ്രകാശ നക്ഷത്രം ആ ശാന്തിയുടെ ലൈറ്റ് ബ്ലൂ റേസിൽ ഇങ്ങനെ നന്നായിട്ട് സ്പന്ദിക്കാൻ തുടങ്ങി. നമ്മുടെ ബ്രെയിൻ ഫുൾ ഹീലായി. അഥവാ പകലെപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ബ്രെയിൻ സെൽ കേടാവാനുണ്ടായിട്ടുണ്ടെങ്കിൽ, ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം എനർജി നിറഞ്ഞു. ആ ഊർജ്ജം റിലാക്സ്, കംപ്ലീറ്റ് റിലാക്സ്ഡ്. പതിയെ ആ പ്രകാശം അങ്ങനെ നമ്മുടെ തൊണ്ടയിലെത്തി. ഈ തൊണ്ട കൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള വാക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാ നെഗറ്റീവ് എനർജീനെയും ക്യാൻസൽ ചെയ്തു. തൊണ്ടേനെ ഹീൽ ചെയ്തു. കഫത്തിൻ്റെ പ്രശ്നമില്ലാതായി, അതും ഹീൽ ചെയ്തു. പതിയെ എൻ്റെ ഹാർട്ടിലെത്തി. ഹാർട്ടായ ഇളം ലൈറ്റ് ബ്ലൂ റേസ് കൊണ്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുകയാണ്. അത് ബീറ്റ് ചെയ്യുന്നത് ഈ ശാന്തിയുടെ ലൈറ്റ് കൊണ്ടാണ്, ആ സ്വീറ്റ് ലൈറ്റ് കൊണ്ടാണ്. എൻ്റെ വയറിലത് നിറഞ്ഞു, എൻ്റെ ശരീരത്തിൽ മുഴുവൻ നിറഞ്ഞു. ഐ ആം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ്. എൻ്റെ ശരീരം പൂർണ്ണമായിട്ടും, എൻ്റെ കണ്ണുകളിലെ ആ പ്രകാശം നിറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വിഷനെ പവർഫുള്ളാക്കി, കണ്ണിനെ ശക്തിശാലിയാക്കി, മൂക്കിനെ ശക്തിശാലിയാക്കി, ഇന്ദ്രിയങ്ങളെല്ലാം ഹീൽ ചെയ്തു. പകൽ മുഴുവൻ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും ടെൻഷൻ വന്നിട്ടോ സങ്കടം വന്നിട്ടോ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീലിങ്സിലൂടെ എന്തെല്ലാം ഇമോഷൻസ് കൊണ്ട് ശരീരത്തിൽ ഏതെങ്കിലും കോശങ്ങൾ തമ്മിലൊരു പരസ്പരം നൃത്തം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഹീൽ ചെയ്തു. ഐ എം കംപ്ലീറ്റ്ലി റിലാക്സ്. ഇങ്ങനെ ആ റിലാക്സേഷനെ മാക്സിമം അനുഭവിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ഡ്രീമിനെ ആക്ടിവേറ്റ് ചെയ്യൂ. ഏതാണോ നിങ്ങളുടെ ഡ്രീം, നിങ്ങൾ മണിയാണെങ്കിൽ മണി, ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത്, അഥവാ നിങ്ങൾക്ക് നല്ല റിലേഷൻ ആണെങ്കിൽ റിലേഷൻ, ജോബ് ആണെങ്കിൽ ജോബ്, ആ ലൈറ്റ് ഉണ്ടല്ലോ, ബ്ലൂ ലൈറ്റ്, ബ്യൂട്ടിഫുൾ ലൈറ്റ് നമ്മളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാണ്ടം അഥവാ ബ്രഹ്മാണ്ട നായകനായ ഭഗവാൻ, ഈ പ്രപഞ്ചം എല്ലാം നമ്മളുമായി സമരസത്തിൽ വന്ന സമയം, ആ സമയത്ത് നമ്മുടെ ആഗ്രഹം, എൻ്റെ കാര്യം എന്താണോ അതെനിക്ക് തന്നതിന് ഒരിക്കൽ കൂടെ നന്ദി പറയുക. എനിക്ക് ഇത്രയും നല്ലൊരു ജോബ് തന്നല്ലോ, താങ്ക് യു. എനിക്ക് ആവശ്യത്തിലധികം ധനം തന്നല്ലോ, താങ്ക് യു. എന്താണോ നിങ്ങളുടെ നീഡ് ആ മൊമെൻറ്റിൽ പറഞ്ഞ് ആ കാര്യത്തെ ഒന്ന് കണ്ട് ആനന്ദിച്ച് ഉറങ്ങിക്കോളൂ. ഇങ്ങനെ ഉറങ്ങിയിട്ട് നിങ്ങൾ നോക്കി നോക്കൂ, രാവിലത്തെ ഫസ്റ്റ് തോട്ട് ആ ഒരു കാര്യം നടന്നു കിട്ടിയ ഹാപ്പിനെസ്സിലായാലും നിങ്ങൾ ഉണരുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ
അധികം വൈകാതെ നടന്നു കിട്ടില്ല എന്നൊരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. വളരെ വേഗത്തിൽ നിങ്ങളുടെ സ്വപ്നം നടന്നു കിട്ടും. വലുതാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ ചെയ്യേണ്ടി വരുമായിരിക്കും. ചെറുതാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഉണർന്നതും നിങ്ങൾക്ക് നടന്നു കിട്ടും. എനിവേ, നടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ആ ശക്തമായ സങ്കല്പങ്ങൾ, ശാന്തമായ അവസ്ഥയിൽ നമ്മളും ആ പ്രപഞ്ചവും തമ്മിൽ സമരസത്തിലെത്തുന്ന നിമിഷം, നമ്മുടെ സങ്കല്പങ്ങൾ ബ്രഹ്മാണ്ഡ നായകനും ബ്രഹ്മാണ്ഡവും സ്വീകരിക്കുന്ന നിമിഷം, ഒന്നായി തീരുന്ന നിമിഷത്തിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു വിട്ടുവീഴ്ചയില്ലാതെ അക്കാര്യം നടന്നു കിട്ടും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യൂ. വേറൊരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഈ രീതിയിൽ ശാന്തിയുടെ മാധ്യമത്തിലൂടെ, ശാന്തമായ മനസ്സിൽ നിന്ന് ശക്തമായ സങ്കല്പങ്ങളിലൂടെ വളരെ വേഗം നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.